പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ CPM ഏത് സാഹചര്യത്തിലേക്കാണ് ഇങ്ങനെ തലകുത്തി താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കുറേ മാസങ്ങളായി നിരന്തരമായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഴിമതി, ധൂർത്ത്, അക്രമം, കലാപാഹ്വാനം, അതുപോലെയൊക്കെയുള്ള അധമ പ്രവർത്തികളിൽ CPM മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ മാസങ്ങളായി നമ്മൾ നിരന്തരമായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി SFIയും DYFIയും ഒക്കെ നടത്തുന്ന എല്ലാ ഗുണ്ടാ ക്രിമിനൽ പ്രവർത്തനങ്ങളെയും പരസ്യമായി വന്ന് ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങളിൽ നിരന്തരമായി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തുന്ന ഈ പറഞ്ഞതുപോലെ പമ്പര വിഡ്ഢികളായിട്ടുള്ള മന്ത്രിമാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരള സദസ്സ് മുഖ്യമന്ത്രിയുടെ പാദസ്പർശമേറ്റിട്ടുള്ള ഒരു സ്ഥലമായി കണക്കാക്കണമെന്ന് CPMകാരനായിട്ടുള്ളൊരു മന്ത്രി പറയുന്നത് നമ്മൾ കാണുന്നു. ഈ മുഖ്യമന്ത്രിയെ മലയാളിക്ക് കിട്ടിയ, കേരളീയന് കിട്ടിയ ഒരു വരദാനമാണ് എന്ന് CPMൻ്റെ ഒരു നേതാവ്, ഒരു മന്ത്രിയും സെക്രട്ടേറിയറ്റ് മെമ്പറും പറയുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടു. ഇപ്പോൾ ആ നിലയിൽ CPM എത്രത്തോളം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മൾ നിരന്തരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സുഹൃത്തുക്കളെ. അതിലേക്ക് ആ പട്ടികയിലേക്ക് അല്ലെങ്കിൽ CPM എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, CPMനെ കാത്തിരിക്കുന്നത് എന്ത് ദുരന്തമാണ് എന്ന് അതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, കേരളത്തിലെ CPMൽ ഈ അധമമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഏത് ജില്ലയിൽ നിന്നാണ്, ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിനകത്ത് ഒരു തർക്കമുണ്ടാവേണ്ട കാര്യമില്ല. അത് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള CPMൻ്റെ സമുന്നത നേതാവായിട്ടുള്ള MM മണിയാണ് എന്നുള്ളത് നമ്മൾ എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അശ്ലീല ഭാഷ ഉപയോഗിക്കുന്നതിൽ, അപകീർത്തിപരമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നതിൽ, ആളുകളെ പച്ചപ്പുലഭ്യവും തെറിയും ഒക്കെ വിളിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാൾ MM മണിയാണല്ലോ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ MM മണിയെപ്പോലും അപ്രസക്തനാക്കുന്ന ഒരാൾ ഇടുക്കി ജില്ലയിൽ CPMൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിശദാംശം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. പക്ഷേ ആ അനുഭവം ഞാൻ പറയുമ്പോൾ CPMൻ്റെ നേതാക്കന്മാരുടെ പുതിയ അവസ്ഥ എന്താണെന്ന് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, അയാൾ MM മണിയുടെ ശിഷ്യനല്ല, മറിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശിഷ്യനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ പ്രകോപനപരമായിട്ടുള്ളൊരു പ്രസംഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ പോകും. ആ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം നടത്തുന്ന ആ പാർട്ടി നേതാവ്, CPM നേതാവ്, കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPMൻ്റെ പോലീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായിയുടെ പോലീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രസംഗം നടത്തുന്നയാളെ പിണറായി വിജയൻ്റെ വത്സല ശിഷ്യനായി, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബ്ലൂ ഐഡ് ബോയ് ആയി പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം അയാൾ ആ പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, അയാൾ ആ പ്രസംഗത്തിൽ എതിരാളികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ മലയാളി മുഖത്ത് കൈവെക്കുകയല്ല, തലയിൽ കൈവച്ച് അയ്യോ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ പാർട്ടി നേതാവ് അത്രയേറെ അശ്ലീലവും പുലഭ്യവും പറയാൻ അയാൾക്ക് ആത്മവിശ്വാസം ലഭിച്ചത് MM മണിയെ കൊണ്ടിട്ടല്ല. കാരണം ഇന്ന് MM മണി ആരുമല്ല, വെറും ഒരു MLA മാത്രമാണ്. പക്ഷേ ആ പാർട്ടി നേതാവിന് ഇത്രയേറെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇത്രയേറെ വൃത്തികെട്ട, ഇത്രയേറെ മോശമായ രീതിയിൽ പുലഭ്യം പറയാനുള്ള ആത്മധൈര്യം കിട്ടിയത് MM മണിയിൽ നിന്നല്ല, മറിച്ച് പിണറായി വിജയനിൽ നിന്നാണ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ കലാപശ്രമങ്ങൾക്കും ശക്തമായി മുന്നിൽ നിന്ന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളതുകൊണ്ടാണ്. DYFIക്കാരൻ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ തലയടിച്ച് പൊട്ടിച്ചാൽ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വരും. SFIയുടെ നേതാക്കന്മാർ ഗവർണറെ തെമ്മാടി എന്നും മയക്കുമരുന്ന് അടിമയെന്നും വിളിച്ചാൽ SFI ഏറ്റവും വലിയ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വരും.
അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ നടക്കുന്ന എല്ലാ വിധ്വംസ പ്രധാനപ്പെട്ട ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കും കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കലാപശ്രമങ്ങൾക്കുമെല്ലാം മുന്നിൽ നിന്ന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഈ പ്രസംഗം നടത്തുന്ന CPM നേതാവ് MM മണിയുടെ ശിഷ്യനല്ല മറിച്ച് പിണറായി വിജയൻ്റെ വത്സല ശിഷ്യനാണ്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്ലൂ ഐഡ് ബോയ് ആണ് എന്ന് പറയാൻ കാരണം. സുഹൃത്തുക്കളെ, വണ്ടിപ്പെരിയാറിൽ CPM കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും CPM ഒക്കെ ആയിട്ട് സംഘർഷങ്ങളുണ്ടായി. ആ സംഘർഷങ്ങളില്ല എന്നൊന്നും ആരും പറയുന്നില്ല. ആ സംഘർഷമുണ്ടായാൽ ആ സംഘർഷത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് ഒരു 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 പരിധികളുണ്ട്. ആ പ്രതിഷേധ പ്രകടനം ജനാധിപത്യപരമായിരിക്കണം. ആ പ്രതിഷേധ പ്രകടനങ്ങൾ ഉയരുന്ന വാക്കുകൾ സംസ്കാര സമ്പന്നമായിരിക്കണം. ഇതൊന്നും CPMന് ബാധകമല്ലല്ലോ. കാരണം ഒരു ഗുണ്ടാ സംഘം, ഒരു ക്രിമിനൽ സംഘം നേതൃത്വം നൽകുന്ന പാർട്ടിയാണല്ലോ ഇടുക്കിയിലെ പാർട്ടി, MM മണിയുടെ നേതൃത്വമുള്ള പാർട്ടി. ആ പാർട്ടിയിലെ വണ്ടിപ്പെരിയാറിലെ ഏരിയ സെക്രട്ടറി എസ് സാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലു വധക്കേസിൽ, ബാലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു INTUC നേതാവിനെ കൊന്ന ആ വധക്കേസിലെ പ്രതിയാണ് ഈ എസ് സാബു. ആ എസ് സാബു ആണ് വണ്ടിപ്പെരിയാറിലെ ഏരിയ സെക്രട്ടറി. ആ ഏരിയ സെക്രട്ടറി യൂത്ത് കോൺഗ്രസും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് CPMനുണ്ടായ CPM ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് നടത്തിയ ഒരു പ്രതിഷേധ യോഗത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേരളത്തിലെ കോൺഗ്രസ് BJPയും ഇതിന്റെ മറവിൽ CPMന്റെ സഖാക്കളെ ആക്രമിക്കാൻ, CPMന്റെ പ്രവർത്തകരെ ആക്രമിക്കാൻ, CPMന്റെ ഓഫീസ് തല്ലി തകർക്കാൻ അവരുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് CPMന്റെ ഓഫീസ് തല്ലി തകർക്കാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ ആക്രമിക്കാനും വളരെ പ്ലാന്റഡായി ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിലെ ഈ വണ്ടിപ്പെരിയാറ്റിൽ ഈ അക്രമ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ BJP. ഇന്ന് രാവിലെ വ്യാജ വോട്ടറിലൂടെ അധികാരത്തിലേറിയ രാഹുൽ മാങ്കൂട്ടം കുഞ്ഞാവ എന്ന് പറയുന്ന ആ തെണ്ടി കൊണ്ട് ഇവിടെ പോലീസിനെ ആക്രമിക്കുകയും അതിനുശേഷം CPMന്റെ ഓഫീസിലേക്ക് ഈ വെറികെട്ട തെണ്ടി കൂട്ടുനിന്ന ആ RSSന്റെയും BJPയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ഇതുപോലുള്ള തന്തയില്ലായ്ത്തരം കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓഫീസിന് നേരെയുള്ള അക്രമം, അതിനെതിരെയുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിലാണ് ഈ കേരളത്തിലെ പോലീസ് ഇപ്പൊ ഭരിക്കുന്നത്. CPMന്റെ പോലീസാണ്. പിണറായി വിജയൻ കേരളത്തിലെ പോലീസിന്റെ നേതാവാണ്, കേരളത്തിലെ പോലീസിന്റെ മന്ത്രിയാണ്. ആ പിണറായി വിജയൻ കേരളത്തിലെ PB മെമ്പർ കൂടിയാണ്. ആ പോലീസുകാരനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് MK മോഹനനെയും ഈ പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റെനിലിനെയും അതോടൊപ്പം തന്നെ CI2 നേതാവായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് വിനോദിനെയും കോർണർ ചെയ്ത് ആക്രമിക്കാൻ ശ്രമിച്ച ഒരു പോലീസുകാരനുണ്ട്. ആ അവരോട് ഞങ്ങൾ പറയുന്നു, ഈ നാട്ടിൽ ഞങ്ങൾ CPMന്റെ നേതാക്കൾ അല്ലെങ്കിൽ CPMന് ഭരണമില്ലെങ്കിലും ഞങ്ങൾ ഇതുപോലുള്ള ഈ രാഷ്ട്രീയ ഇടപെടൽ നടത്തും. നിന്നെയെല്ലാം അന്നും കാണേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ള സഖാക്കളെ, ഈ പ്രതിഷേധം ഇനിയും നമ്മൾ കരുതിക്കൂട്ടിയിരിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ പ്രതിഷേധം, ഞങ്ങൾ നടത്തുന്ന ഈ പ്രതിഷേധം ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പടുത്തുയർത്തിയ യൂത്ത് കോൺഗ്രസിനെതിരെയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം അണിചേർന്ന ഈ നാട്ടിലെ മുഴുവനും സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് മാത്രമാണ് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ആ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ. ആ പ്രസംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഈ നേതാവ് പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എത്ര ഭീകരമാണ് കേരളത്തിലെ CPMന്റെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു ലജ്ജയുമില്ലാതെ പച്ചത്തെറി വിളിച്ചു പറയുകയാണ് ഈ ഭരണ പാർട്ടിയുടെ വണ്ടിപ്പെരിയാർ ഏരിയ സെക്രട്ടറി. പച്ചത്തെറി വിളിച്ചു പറഞ്ഞതിന് ശേഷം അയാൾ പറയുന്നത് എന്താണ്? ഇവിടെയുള്ളത് പിണറായി വിജയൻ്റെ പോലീസാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെയുള്ളത് CPMന്റെ പോലീസാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അതിന് യാതൊരു ലജ്ജയും യാതൊരു ഉളുപ്പും ആ നേതാവിനില്ല.
പോലീസ് എന്ന് പറയുന്നത് ക്രമസമാധാന പാലനത്തിനുള്ളതാണെന്നല്ല അയാൾ പറയുന്നത്. അയാൾ പറയുന്നത് CPM-ൻ്റെയും പിണറായി വിജയൻ്റെയും പോലീസാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ അയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ലജ്ജാകരം എന്നല്ലാതെ നമുക്ക് എങ്ങനെയാണ് വിശേഷിക്കാൻ പറ്റുക സുഹൃത്തുക്കളെ? അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച CPM എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ. CPM എന്തു ദുരന്തത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ. CPM എങ്ങനെയാണ് തകർന്നടിയാൻ പോകുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് നമ്മൾ ഈ കാണുന്നത്. CPM-ൻ്റെ തകർച്ചയുടെ മുഖമാണ് ഈ വണ്ടിപ്പെരിയാർ ഏരിയ സെക്രട്ടറി എസ് സാബു. ആ എസ് സാബുവിന് ഇതുപോലെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇത്രയേറെ പച്ചയായ അശ്ലീലവും പച്ചത്തെറിയും പുളിച്ചതെറിയും വിളിച്ചു പറയാനുള്ള ആത്മധൈര്യം നൽകുന്നത് പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. പിണറായി വിജയൻ്റെ പോലീസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും CPM-ൻ്റെ പോലീസ് ഇവിടെ നിന്നുള്ളത് കൊണ്ടും ഒന്നും ആരും പേടിക്കേണ്ടതില്ല എന്നുള്ള സന്ദേശമാണ് ഈ എസ് സാബു എന്ന് പറഞ്ഞിട്ടുള്ള ഈ വണ്ടിപ്പെരിയാർ ഏരിയ സെക്രട്ടറി കൊടുക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് പൊതുജനങ്ങൾക്കും പാർട്ടി അണികൾക്കും ഈ പാർട്ടി എങ്ങോട്ടാണ് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.